അഹങ്കാരം എന്ന് പറയുന്നത് സത്യത്തെ അംഗീകരിക്കാതിരിക്കല, ന്യായം അംഗീകരിക്കാതിരിക്കുക, തോന്നിയാസം ചെയ്യാന്നൊരു ന്യായീകരിക്കുക, അത് അഹങ്കാരമാണ്. ചെയ്തത് തെറ്റ് എന്ന് മനുഷ്യൻ അംഗീകരിക്കണം. ഒരു മനുഷ്യൻ നന്മയെ, ധർമ്മത്തെ, നീതിയെ സ്വീകരിക്കണം. അവിടെ അത് അംഗീകരിക്കാൻ വിമ്മിഷ്ടം കാണിക്കുന്നതും ജനങ്ങളെ സപ്രസ് ചെയ്യുക, ഗംതുന്നാസ് ബതറുൽ ഹഖ് വ ഗംതുന്നാസ്, ന്യായവും സത്യവും അംഗീകരിക്കാതിരിക്കുകയും ജനങ്ങളെ ചെറുതായി കാണുകയും ചെയ്യുന്നത് അപകടമാണ്. അത് ഗുരുതരമായ തെറ്റാണ്. നിങ്ങളുടെ വസ്ത്രം നല്ലതായിക്കോട്ടെ, നല്ല വസ്ത്രവും നല്ല ചെരുപ്പും നിങ്ങൾ ധരിക്കുന്നതിന് ഒരു വിരോധവുമില്ല. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു അഹങ്കാരവും ഒരു സുപ്പീരിയർ ഫീലിംഗ്, ഒരു സെൽഫ് പ്രൈഡ്, അങ്ങനെയൊന്നും തോന്നാതിരുന്നാൽ മതി. ഞാൻ ഭയങ്കര ഉഷാറാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, അങ്ങനെ തോന്നാതിരുന്നാൽ മതി. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവനാണ്. സുബ്ഹാനഹ്, അല്ലാഹുവിന്റെ ഭംഗി എങ്ങനെയാണെന്ന് പോലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ജമാലുൻ യലീഖു ബിജമാലിഹി, അല്ലാഹു എങ്ങനെയാണോ അങ്ങനെ. അത് ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗലോകത്തെ വെച്ച് റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴേ അല്ലാഹു തആല എന്താണ് റബ്ബിന്റെ എൻറ്റിറ്റി, വാട്ട് ഈസ് ദ എസൻസ് ഓഫ് അല്ലാഹ്, ഇത് നമുക്കറിയണമെങ്കിൽ അവിടെ എത്തിയാലേ അറിയുള്ളൂ. അല്ലാഹു ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, അല്ലാഹുവിന് ഭംഗി ഇഷ്ടമാണ്. അപ്പോഴാണ് സദസ്സിൽ ഒരാളെ നബി തങ്ങൾ കാണുന്നത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഷിഞ്ഞ ഒരു വസ്ത്രമിട്ട് ഒരു കരിമ്പടം പുതച്ചൊരു മനുഷ്യനിരിക്കുന്നു. തങ്ങൾക്കറിയാം അയാൾ മുതലാളിയാണെന്ന്. തങ്ങളടുത്തേക്ക് വിളിച്ചു, നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലേ എന്ന് ചോദിച്ചു. അലക്കമാൽ, സമ്പത്തില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട് നബിയെ, എന്തൊക്കെ ഉണ്ട് ചോദിച്ചു. മിൻ കുല്ലിൽ അസ്വാജ് എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയും ഈത്തപ്പനയും മുന്തിരിത്തോട്ടവും ഒക്കെ ഉണ്ട് നബിയെ. അല്ലാഹ്, എന്നിട്ടാണോ നിങ്ങൾ കീറി പറഞ്ഞ ഫക്കീറായി നടക്കുന്നത്? തങ്ങൾ അദ്ദേഹത്തെ നോക്കി പറഞ്ഞ വാക്കാണ്, ഇന്നല്ലാഹ യുഹിബ്ബു അയ്യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹു അവന്റെ അടിമക്കൊരു നന്മ ചെയ്താൽ, പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മക്കൾക്ക് നല്ല ജോലിയുണ്ട്, അയാൾക്ക് വരുമാനമുണ്ട്, കച്ചവടമുണ്ട്, സമ്പാദ്യമുണ്ട്, സ്വത്തുണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ അടയാളം ദേഹത്ത് കാണാൻ അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ മുതലാളിയായിട്ട് ഒരു പാപ്പറായ മനുഷ്യനെ പോലെ ജീവിക്കേണ്ടതില്ല എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തെയാണ് ഇസ്ലാം നമ്മെ ഗൈഡ് ചെയ്യുന്നത്. ഇസ്ലാം ബാങ്ക് കൊടുക്കാനും ഖുർആൻ ഓതാനും മരിച്ചിടത്ത് മയ്യിത്ത് മറവ് ചെയ്യാനും നിസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും മാത്രമല്ല ഇസ്ലാം. ഇതൊക്കെ ഇസ്ലാമിന് ചർച്ച ചെയ്യാനുണ്ട്. ഭൂമുഖത്ത് എന്തൊക്കെയുണ്ടോ എല്ലാറ്റിനും ദീനിന്റെ നിയമമുണ്ട്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത.